ശരിക്കും പ്രാർത്ഥിക്കേണ്ട സമയമാണല്ലോ ഇത്, രാത്രി 7 മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എക്സാം ആണ്, വേഗം പാരന്റ്സിനെ വിളിച്ചു കേട്ടോ. പാരന്റ് കൂടെ ഉണ്ടാവണം, അറേഞ്ച്മെന്റ് പ്രോപ്പർ ആയിരിക്കണം, ആരും വീഡിയോ ഓഫ് ചെയ്യരുത്. വീഡിയോ ഓഫ് ചെയ്താൽ 0 മാർക്കായി പോകും. അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ബോർഡിൽ കാണിക്കുന്നതായിരിക്കും. മക്കളെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. 10 മാർക്സ് ആണ്, 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങള് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണ് കേട്ടോ. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ? 10 മാർക്സ് ആണ്. ക്വസ്റ്റ്യൻ ആരും കോപ്പി ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ ഇത് എക്സാം കഴിയുന്നവരെ ബോർഡിൽ ഉണ്ടാകും, വായിച്ചു നോക്കുക, ആൻസർ മാത്രം എഴുതുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ടൈം സ്റ്റാർട്ട്സ് നൗ. മക്കളെ തിരിച്ചു വന്നോ കേട്ടോ, തിരിച്ചു വന്നോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ, ആരും വീഡിയോ ഓഫ് ആക്കിയിരിക്കരുത്. റീചെക്ക് ചെയ്യാൻ പോവാണ്, വേഗം വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ, നമുക്ക് റീചെക്ക് ചെയ്യാം. മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്താ ക്ലാസ് എന്ന് അറിയാമല്ലോ. ഇനി അടുത്ത ക്ലാസ് വരുന്നത് വ്യാഴാഴ്ച കേട്ടോ. ഇനി പൂജയൊക്കെ അല്ലേ, വിജയദശമി ദുർഗാപൂജയൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് വ്യാഴാഴ്ച ആണ് കേട്ടോ. വ്യാഴാഴ്ച വൈകിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് വരിക. അപ്പൊ ഒരു കാര്യം കൂടി പറയാനുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്കല്ലേ ഈ നാളെ സൺഡേ ക്ലാസ് ഉണ്ട് കേട്ടോ. 4:30 ക്ലാസ് ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള കുട്ടികൾക്ക് മാത്രം നാളെ സൺഡേ വൈകിട്ട് 4:30 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ് ഉണ്ടാകും. ബാക്കി എല്ലാവർക്കും നമ്മുടെ റെഗുലർ ക്ലാസ് വരുന്നത്, ഓ എന്ത് സന്തോഷം, അവിടെ കൈകൊട്ടണം, അവിടെ ഇന്ന് പടക്കം പൊട്ടിക്കും കേട്ടോ. വ്യാഴാഴ്ച വൈകിട്ടാണ് കേട്ടോ, അത് ഓർക്കുക. ഓക്കെ, ഇതൊക്കെ ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഓരോ ഐറ്റംസ് വായിക്കാം, ഓരോ മാർക്കിട്ട് പോകട്ടോ. ഓരോന്നിനും ഓരോ മാർക്കാണേ. ഓക്കെ, ഞാൻ റെസിസ്റ്റർ ആദ്യം പറയാം. 2 ബാലൻസ് ബ്രോഡ് ഓൺ 8,000 ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുത്തു കേട്ടോ. 8,000 ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. 2 ആനന്ദ് മാർച്ച് 2-ാം തീയതി 2 ആനന്ദ് 2000 ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. മാർച്ച് 5-ാം തീയതി 2 ഇൻട്രസ്റ്റ് 150 ഉണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് കൊടുക്കാം. മാർച്ച് 6-ാം തീയതി 2 കമ്മീഷൻ 250 ഉണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്. മാർച്ച് 9-ാം തീയതി 2 സെയിൽസ് 1800 ഉണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്. ഇനി പേയ്മെന്റ് സൈഡിലേക്ക് പോകാം. മാർച്ച് 5-ാം തീയതി ബൈ പർച്ചേസ് 2400 ഉണ്ടെങ്കിൽ 1 മാർക്ക്. മാർച്ച് 7-ാം തീയതി വേജസ് 1500-ന് 1 മാർക്ക്. മാർച്ച് 8-ാം തീയതി ബാങ്ക് 1000 ഉണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്. പാട്ട് പോയല്ലേ. മാർച്ച് 11-ാം തീയതി സാലറി 2100 ഉണ്ടെങ്കിൽ 1 മാർക്ക്. എല്ലാം കഴിഞ്ഞ് ബാലൻസ് കിട്ടുന്ന എമൗണ്ട് 5200-ന് 1 മാർക്ക് കേട്ടോ. അങ്ങനെ 10 ഐറ്റം ഉണ്ട്, ഓരോ മാർക്ക് വെച്ച് കൊടുക്കാം, അങ്ങനെ 10 മാർക്ക്. അപ്പൊ എല്ലാ മാർക്ക് കൂട്ടുക, 10-ല് എത്ര മാർക്കാണെന്ന് എഴുതുക. പാരന്റ്സ് നിർബന്ധമായിട്ടും സൈൻ ചെയ്യുക കേട്ടോ, ഒപ്പിടുക. അതിനുശേഷം പേപ്പർ സെൻഡ് ചെയ്യുക. പിന്നെ ആപ്പിൽ കൂടി എന്ത് ചെയ്യുക, മാർക്ക് സെൻഡ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആപ്പ് വരുന്നില്ല, ഓൺ ആകുന്നില്ല, ലിങ്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് ഷാഡോ മിസ്സിൽ നിന്ന് ഇൻഫോം ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു വരിക.